ഞാൻ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യും. ഏത് കോഴ്സാ? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന കോഴ്സ്. എന്തിനാ? എനിക്ക് അവിടെ പോയി ഇരുന്ന് ഉറങ്ങാനൊന്നും വയ്യ. ചുമ്മാ പോവാ, കോളേജിൽ പോവാ, ഇരുന്ന് ഉറങ്ങുക, വരിക, വൈകിട്ട് കളിക്കാൻ പോവാ. കളിക്കാൻ വേണ്ടിയാണ് അവിടെ ഇത്ര ഫീസ് കൊടുക്കുന്നത്. പറയാൻ എന്ത് എളുപ്പം ഏതല്ലേ അമ്മി, ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ. ചുമ്മാ പോയി എന്തിനാ വെറുതെ ഫീസ് കൊടുക്കുന്നേ? ഒന്നും പഠിക്കുന്നില്ല, പഠിക്കാനാണെങ്കിൽ നോക്കുന്നുമില്ല, എടുക്കുന്നുമില്ല. പിന്നെ നിന്റെ പ്ലാൻ എന്തു? പ്ലാൻ പറയാം. പുറത്തു പോവാ, UK പോവാം. UK പോയി ഏത് ചെറിയ കോഴ്സ് എടുത്ത് പാർട്ട് ടൈം ജോബ് ചെയ്ത് സ്വന്തം ഫീ പേ ചെയ്ത് അങ്ങനെ പോവാം. പഠിത്തം മാത്രമായിട്ട് നടക്കുന്നില്ല, ഇനി പാർട്ട് ടൈം ജോബ്. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞു എനിക്ക് ഈ കോഴ്സ് വേണ്ട, ഞാൻ 100 വട്ടം അമ്മ എടുത്ത് പറഞ്ഞു. അമ്മയുടെ നിർബന്ധ പ്രകാരം കൊണ്ട് എടുപ്പിച്ചു. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. വേറെ കോഴ്സ് നോക്കുന്നെങ്കിൽ നോക്ക്. ഇപ്പം UK പോവാണെങ്കിൽ ഫണ്ട് മാത്രം തന്നാൽ മതി, എല്ലാം സെറ്റ് ചെയ്യാം. നിന്നെ പോലുള്ളതല്ലേ കോളേജിൽ പോന്നേ? ഏബലേ, നമ്മളിപ്പം UK പോവാ, അവിടെ പോവാ, ഇവിടെ പോവാന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഒരു കോഴ്സ് ഇപ്പൊ നിന്നെയും കൊണ്ട് ജോലിയും ചെയ്ത്, നീ വീട്ടിലെ ജോലിയും ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നതിനാണെങ്കിൽ കുഴപ്പമില്ല. നീ ഇതൊന്നും ചെയ്യുന്നില്ല. നിനക്കപ്പം പഠിത്തവും ചെയ്ത് നിന്റെ കാര്യവും നോക്കി നീ പുറത്തു പോയി ജോലിയും ചെയ്ത് വരുമ്പത്തേക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും നടക്കത്തില്ല മോനെ. നടക്കുന്ന കാര്യം ഇതൊക്കെ. എല്ലാ പിള്ളേരും ഇങ്ങനെയാ. എല്ലാ പിള്ളേരുടെ വീട്ടിലും ഇതേപോലെ പറയുന്നേ. ചെയ്തു നോക്കണം, അല്ലാതെ വീട്ടിനകത്ത് ഇങ്ങനെ പൂട്ടിയിട്ടിരുന്ന് ഇട്ടാ എന്നും ഇങ്ങനെ പൂട്ടിയിട്ട് വെക്കത്തേ ഉള്ളൂ. ശരിയാ, പൂട്ടിയിട്ട് കട്ടിലെ ഇങ്ങനെ കിടത്തത്തേ ഉള്ളൂ, മൊബൈലിൽ നോക്കി ഇങ്ങനെ അല്ലേ? അങ്ങനെ നടന്ന എന്നും ഇങ്ങനെ പറയത്തേ ഉള്ളൂ. അല്ലാതെ വല്ലപ്പോഴും പിള്ളേരെ വെളിയിലോട്ടൊക്കെ വെക്കണം. പൈസ എവിടുന്ന? പൈസ എന്തോ രാജടി ചോദിക്കണം. രാജടി അടുക്കി വെച്ചേക്കും. കാണും, അക്കൗണ്ടിൽ കാണും. അല്ലെങ്കിൽ എന്തുവാ ഇത്ര ഇതൊക്കെ ഇല്ലയോ? ലോൺ എടുക്കണം, കൊളാക്ടർ വെച്ച് ലോൺ എടുത്തു നോക്കണം. കൊളാക്ടർ എന്ന് വെച്ചാല് എനിക്ക് എന്റെ പൊന്നു മോനെ ഇതൊന്നും എനിക്കറിയത്തില്ല. ഈ കടിച്ചാപ്പൊട്ടത്തോ ബാക്കിയുള്ള എന്റെ വീടോ വസ്തുവോ പറമ്പോ തോടോ വയലോ വല്ലതും വെച്ച് ലോൺ എടുത്ത് ഡാഡി ലോൺ വെക്കുവോ? വെച്ച് നിന്നെ നീ ഇതെല്ലാം അടയ്ക്കും അല്ലയോ? ഡാഡി എടുത്ത് ഞാൻ പറയാം, ലോൺ എടുത്ത് നിന്നെ വിടാൻ ഞാൻ ഡാഡിയോട് പറയാം. നിങ്ങളുടെ സൈഡിൽ നടത്താ പോലെ. പിന്നെന്തിനാ നീ? നിനക്കെല്ലാം കൂട്ടി തമാശയാ കേട്ടോ. നമുക്ക് കിട്ടുന്ന സാലറി ഇച്ചിരി ഒരു എമൗണ്ട് ലോൺ അടച്ചാൽ മതി. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലോൺ അടച്ചു തുടങ്ങിയാൽ മതി. നമ്മളിപ്പോ ജോലി കിട്ടുമ്പോ സാലറി കിട്ടുന്നതിനനുസരിച്ച് അടച്ചു തുടങ്ങുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്ര എമൗണ്ട് കുറഞ്ഞു കിട്ടുമോ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അമ്മേന്റെ ഡാഡിയോട് ചോദിക്കും. ഞാൻ ഡാഡിയോട് പറയും എന്റെ കാര്യം ഇഷ്ടം നടക്കട്ടെ. ഡാഡിയോട് ഡാഡി വിളിക്കട്ടെ. പെട്ടെന്ന് തെറ്റി. ഈ കഷ്ടപ്പാടുകളൊക്കെ നീ കാണുന്നുണ്ടോടെ? എന്തുമാത്രം നമ്മുടെ കഷ്ടപ്പാട് മാറാനുള്ള ഐഡിയ ഇതൊക്കെ ആന്ന്. കുഴിയിലോട്ട് പോകാനുള്ള ഐഡിയ എന്ന് പറ. അമ്മേ അതൊക്കെ പരീക്ഷിച്ച് നമ്മളെ അതെല്ലാം കഴിഞ്ഞ് പാസ്പോർട്ട് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. പാസ്പോർട്ടും മെസ്സേജ് ഒന്നും വന്നില്ല. അല്ല, പാസ്പോർട്ട് മെസ്സേജ് ഒരാഴ്ചക്കകത്ത് തരുമെന്ന് പറഞ്ഞില്ലേ? തന്നില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. വിളിച്ചിട്ട് എടുക്കുന്നില്ല. എടാ നിന്റെ കൂട്ടുകാരൊക്കെ പിന്നെ അതെങ്കിൽ പോയില്ലയോ? അവര് പോയതാ. ഈ ഏജൻസി തന്നെ. പിന്നെന്താ നിന്റെ കിട്ടാ? നീ ഒന്ന് വിളിക്കവരെ. ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് വന്നിരുന്നേ ഉള്ളൂ, എടുക്കുന്നില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ലയോ? ഇല്ല, കിട്ടത്തില്ലാണ്ട് ഇതിനകത്ത് കിടക്കുന്നു. ഇതിനാണ് വിസയുടെ കാര്യം കിടക്കുന്നത്. 15 പേരുടെ വിസ കൊടുക്കാന്ന് പറഞ്ഞ് പൈസ കൊടുത്തതാ. എന്നാ അവന്മാരെല്ലാം കിടക്കണ്ട്. എവിടെ സ്ഥലം? വയനാടാന്ന് തോന്നുന്നു. കോഴിക്കോട് ഏജൻസി നോക്കട്ടെ. അത് തന്നെ ആയിരിക്കും സംഭവം. ഇങ്ങോട്ട് പോവാ. സംഭവം അത് തന്നെ. ഏതാണ്ട് കയ്യിലെ കാശെല്ലാം പോയ മട്ട തോന്നുന്നു. ഇവിടെ ഞാൻ കൊടുത്ത് അവന്മാര് ഫോണും എടുക്കുന്നില്ല. സുമി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്തോന്ന് ഉണ്ടാക്കി കൊടുക്ക. വിസ തട്ടിപ്പിന്റെ കാര്യം മറ്റേ നമ്മൾ കൊടുത്ത ഏജൻസിയുടെ തട്ടിപ്പ്. അവൻ കൊടുത്തത് തന്നെയാന്നാ പറയുന്നത്. അത് നോക്കിയിട്ട് അതാ ഫോൺ എടുക്കാത്ത. ഒന്നും രണ്ടും അല്ല, 15 ലക്ഷം രൂപയാ കൊണ്ടുവന്ന് വല്ലവന്റെ കൈ. അത് തിരിച്ചു കിട്ടുവോ? പോയി തൂങ്ങിച്ചാവണം, കടം വാങ്ങിച്ച. എന്തോ ചെയ്യും അങ്ങനെ വയനാട് എങ്ങോട്ടല്ലേ അവരുടെ വീട്? അവരെന്നെ കോഴിക്കോട് ഏജൻസി ഇല്ലേ? 16 പേര് തട്ടിപ്പിനിരയായത്.
ആര്യ, രാഹി, രേഖ, ഏബലും എല്ലാം പറഞ്ഞോണ്ടിരിക്കുക. എല്ലാവരുടെയും പൈസ പോയി. അല്ലെ പൈസ എങ്ങനെ നീ കിട്ടും? എങ്ങനെ ഈ കടം തീർക്കും? മാന്യമായിട്ട് നിന്നെ ഒരു കോളേജ് കൊണ്ട് ഫസ്റ്റ് ഇയർ ആവുന്ന നിനക്ക് അത് പഠിച്ചാൽ പോരായിരുന്നു. ഇപ്പൊ നിനക്ക് ഈ കുത്തലിളകി എന്റെ കുത്തല് ഇത് സ്വന്തമായിട്ട് കാശുണ്ടാകും, ഞാൻ പാർട്ട് ടൈം ചെയ്യും. നീ അതിനുള്ളൊരു സാഹചര്യം വേണ്ടത് എന്റെ ഭാഗത്ത് കുഴപ്പമില്ലല്ലോ. കുഞ്ഞ് കുപ്പ എടുക്കാൻ വയ്യാത്തവനാ നീ അവിടെ പോയി പാർട്ട് ടൈം ജോലി ചെയ്യും. അന്നേ ഞാൻ പറയാം, അമ്മയ്ക്കും മോനും അത് കിട്ടേണ്ടതാ. അമ്മ എന്തോ ഇത്? ഞാൻ എന്ത് ചെയ്തു? പിന്നെ ആരെന്ത് ചെയ്തു? പറഞ്ഞ അമ്മയ്ക്കും മോനും ഞാനൊരു കാര്യം ഈ പൈസ ഞാനെന്ത് കേട്ടോ? ഞാൻ കയറില്ലെന്ന് പറയും എന്തോന്നും ഉണ്ടാക്കിക്കൂടാ. അല്ലെങ്കിൽ ഞാൻ ആരെങ്ങാണ്ട് എന്തെങ്ങാണ്ട് ചെയ്യുന്ന വെച്ച് ഇവിടെ പറയേണ്ടത് കാര്യം. ഞാൻ പോയി തൂങ്ങിച്ചാവും. അതായത് എന്ത് ചെയ്യുന്നു? കടക്കാർക്ക് എവിടെ ഞാൻ പൈസ ഇട്ട് കൊടുക്കും? പോയി ജോലി ചെയ്ത് കടം വീട്ടും. എനിക്ക് ഇതിനൊന്നും പറയാനും ഇല്ല, എടുക്കാനും ഇല്ല. എന്റെ പൊന്നു മോനെ എന്നെ വിട്ടായിരുന്നു. അവളെ മക്കളെ പാട്ടിനും പോയി. അവൻ ജോലി ചെയ്തോളൂ, അവൻ ജോലി ചെയ്തവൻ കടം വീട്ടിക്കോളൂ. അവന്റെ പേരിൽ ലോൺ അവളെ മക്കളെ പാട്ടിനും പോയി. സമാധാനമാക്കും.